ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് മൊഡ്യൂൾ 5 ആണ് എടുക്കാൻ പോകുന്നത്. പ്ലാനിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. The computer cannot do anything on its own. It is necessary to specify a sequence of instructions that a computer must perform to solve a problem. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യില്ല. അതിനെന്ത് ചെയ്യണം? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പോൾ മാത്രമേ കമ്പ്യൂട്ടറിന് അതിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും അങ്ങനെ ഏത് പെർഫോമൻസ് ചെയ്യണമെങ്കിലും അതിന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. Such a sequence of instructions written in a language that can be understood by a computer is called a computer program. ആ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടാവണം. ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ. അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. To produce an effective computer program, the programmer first plan the logic of the program. നമ്മൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പ്രോഗ്രാമർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക് ഉണ്ടാക്കണം. ആ ലോജിക് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പാടുള്ളൂ, റൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ട്, കുറേ കമ്പ്യൂട്ടർ ലാംഗ്വേജ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ജാവ കേട്ടിട്ടില്ലേ, പിന്നെ C, HTML, PHP, .NET, CPP അങ്ങനെ കുറേ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്. അതെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കണം. എങ്ങനെയാണ് അങ്ങനെയാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലോജിക് ഉണ്ടാക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ആ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് അപ്പാട് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ലോജിക് ഉണ്ടാക്കണം. The commonly used logic designing tools are algorithms and flowchart. ഇങ്ങനെ ലോജിക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ലോജിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് ടൂൾസാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അൽഗോരിതം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The term algorithm may be defined as an ordered set of steps which define a terminating process. അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് സെറ്റ് ഓഫ് സ്റ്റെപ്സ് ആണ്. അതിൽ കുറച്ച് സ്റ്റെപ്സ് ആണ് ഉണ്ടാവുക. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള എങ്ങനെയാണ് ആ പ്രോഗ്രാം ചെയ്യുന്നതെന്നുള്ള കുറച്ച് സ്റ്റെപ്സാണ് ഈ അൽഗോരിതത്തിൽ ഉണ്ടാവുക. ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് മാത്രമേ ഇതിലുണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് സ്റ്റെപ്സ് ഉള്ള ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് അതിൽ കൊടുക്കുക. ഫൈനൈറ്റ് സ്റ്റെപ്സ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. പിന്നെ പറയുന്നത് അതിലൊരു സ്റ്റാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പിൻ്റെ ഒരു സ്റ്റെപ്പും ഉണ്ടാവും. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കുറേ അൽഗോരിതംസ് എഴുതാനും എങ്ങനെ അൽഗോരിതം എഴുതാമെന്നൊക്കെ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിഗസ്. ഇതിലുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസും എന്തായിരിക്കണം? പ്രിസൈസ് ആയിരിക്കണം, അതേപോലെ അൺആംബിഗസ് ആയിരിക്കണം. എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല, തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. വൺ ഓർ മോർ ഇൻസ്ട്രക്ഷൻ ഷുഡ് നോട്ട് റിപ്പീറ്റഡ് ഇൻഫിനിറ്റ്ലി. വൺ ഓർ മോർ ഇൻസ്ട്രക്ഷൻസ് ഇൻഫിനിറ്റ്ലി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് അൽഗോരിതം മേ ഹാവ് 0 or more ഇൻപുട്ട്. അൽഗോരിതത്തിൽ 0 or more ഇൻപുട്ട് ഉണ്ടാവാം. ആഫ്റ്റർ പെർഫോമിംഗ് ദ ഇൻസ്ട്രക്ഷൻ ദ റിസൾട്ട് ഷുഡ് ബി ഒബ്റ്റെയിൻഡ്. ആ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ട് ഷുഡ് ബി ഒബ്റ്റെയിൻഡ്, റിസൾട്ട് കിട്ടിയിരിക്കണം. എന്ന് നമുക്കൊരു അൽഗോരിതം എഴുതി നോക്കാം. റൈറ്റ് ആൻ അൽഗോരിതം ടു ആഡ് 2 numbers. 2 നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ അൽഗോരിതമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 2 നമ്പറാണ്. ഇപ്പോൾ നമ്മൾ 4 + 5 6 + അങ്ങനെ ഏതെങ്കിലും 2 നമ്പേഴ്സിൻ്റെ അഡീഷൻ, അതിൻ്റെ അൽഗോരിതമാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുന്നതിന് മുന്നേ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇങ്ങനെ നമുക്ക് അഡീഷൻ ചെയ്യുന്നത് ഡയറക്റ്റ്ലി നമുക്ക് അപ്പോൾ തന്നെ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന പോലെ 1 + 2 2 + 3 അങ്ങനെ ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന 2 നമ്പേഴ്സും അതേപോലെ അതിൻ്റെ റിസൾട്ടും വേറൊരു വാരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം.
എന്നിട്ട് മാത്രമേ നമുക്ക് ആ വാരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷൻ പെർഫോം ചെയ്യുന്നത്. ആ കാര്യം ഓർത്ത് വെക്കണം. നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുന്ന ടൈമിലും ആ ഒരു വാരിയബിളിൻ്റെ കാര്യം ഓർത്ത് വെക്കണം. നമ്മളിപ്പോൾ അഡീഷൻ ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ നമുക്ക് 2 നമ്പറിന് ഡയറക്റ്റായിട്ട് അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ വാരിയബിൾ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽഗോരിതം എഴുതുമ്പോൾ സ്റ്റാർട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. എപ്പോഴും സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ടായിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 വാരിയബിളാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടി വരും, ഡിക്ലെയർ വാരിയബിൾസ്. ഓക്കെ, വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം, നമ്പർ 1 ആൻഡ് നമ്പർ 2. ഓക്കെ, 2 വാരിയബിൾസാണുള്ളത്, 2 നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ 1ഉം നമ്പർ 2ഉം ഡിക്ലെയർ ചെയ്തു. അതേപോലെ ഇതിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട്, ഒരു വാരിയബിളും കൂടെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യണം. എന്തുകൊണ്ടാണ്, ഈ 2 നമ്പറും ആഡ് ചെയ്ത 2 നമ്പറും നമുക്ക് വേറൊരു വാരിയബിളിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ആ ഒരു വാരിയബിളിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. എല്ലാ നമ്പേഴ്സും അല്ല എന്ത് കാര്യങ്ങളാണോ അത് വാരിയബിളിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ 3 വാരിയബിൾസ് നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഡിക്ലെയർ വാരിയബിൾസ് നമ്പർ 1 ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് നമ്പർ 2 നെക്സ്റ്റ് രണ്ടാമത്തെ നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാരിയബിളും കൂടെ വേണം. സം എന്ന് പറഞ്ഞൊരു വാരിയബിളാണുള്ളത്. അവിടെ കോമട്ടിട്ട് സം കൂടെ എഴുതണേ. ഈ വാരിയബിൾസിൻ്റെ നെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം, ABC അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ AB റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. നെക്സ്റ്റ് 3 സ്റ്റെപ്പ് 3 ആണ് റീഡ് നമ്പേഴ്സ് ഓഫ് നമ്പർ 1 ആൻഡ് നമ്പർ 2. ഈ നമ്പർ 1ൻ്റെയും നമ്പർ 2ൻ്റെയും വാരിയബിൾസിൻ്റെ ഒരു നമ്പർ കൊടുക്കണമല്ലോ, നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ കൊടുക്കണമല്ലോ. അതെന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. ഇപ്പോൾ നമ്പർ 1ന് 5 ആണ് കൊടുക്കുന്നത് വിചാരിക്കും, നമ്പർ 2ന് 4 ആണ് കൊടുക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഈ സ്റ്റെപ്പ് 3യിൽ നടക്കുന്നത്. ഓക്കെ, റീഡ് നമ്പേഴ്സ്. ഇനി സ്റ്റെപ്പ് 4 ആഡ് നമ്പർ 1 ആൻഡ് നമ്പർ 2. നമ്പർ 2 എന്ന് എഴുതണേ. ആഡ് നമ്പർ 1 ആൻഡ് നമ്പർ 2 ആൻഡ് അസൈൻ ദ റിസൾട്ട് ടു സം. ഇനി 4th സ്റ്റെപ്പിലാണ് നമ്മൾ നമ്പർ 1ഉം നമ്പർ 2ഉം ആഡ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് സം ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2. ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ സം നമുക്ക് കാണണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് 5ൽ ഡിസ്പ്ലേ സം എഴുതിയത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്നതാണ് ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ. ഈ അൽഗോരിതം ഇങ്ങനെ തന്നെ വരണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റി എഴുതുകയും ചെയ്യാം. പക്ഷേങ്കിൽ എന്തായിരിക്കണം, ഫൈനൽ റിസൾട്ടിൽ എന്തായാലും നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ അത് കിട്ടണം. ഇപ്പോൾ ആഡ് 2 നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ആ ഒരു ആഡ് 2 നമ്പർ എന്ന് വായിച്ചാൽ മനസ്സിലാവണം. അത് അൽഗോരിതം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം അറിയാത്തവർക്ക് പോലും വായിച്ചാൽ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. പ്രോഗ്രാം എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷേ അൽഗോരിതം വായിച്ചാൽ അത് മനസ്സിലാവണം. ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റോപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു അൽഗോരിതം എഴുതുന്നത്. എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റെപ്പായിട്ട് എഴുതുന്നത്. ഫൈനൈറ്റ് സ്റ്റെപ്സ് നമുക്ക് കുറക്കാൻ പറ്റുന്ന അത്രയും കുറച്ചിട്ട് ഫൈനൈറ്റ് സ്റ്റെപ്സാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇനി വേറൊരു അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ്. 2 നമ്പേഴ്സിൽ ഏതാണ് ലാർജസ്റ്റ് അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ല ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. ഇപ്പോൾ 5ഉം 6ഉം ആണ് തന്നിട്ടുള്ളതെന്ന് ചോദിക്കും. നമുക്ക് കണ്ടാൽ മനസ്സിലാവും 5 ആണോ 6 ആണോ വലുത് എന്നുള്ളത്. പക്ഷേങ്കിൽ സിസ്റ്റത്തിന് അതൊന്നും അറിയില്ല, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അൽഗോരിതമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റാർട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വാരിയബിൾസ് വേണം, 2 വാരിയബിൾസാണ് ഇവിടെ വേണ്ടത്. 2 നമ്പറിൽ ഏതാണ് ലാർജസ്റ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എയും ബി എന്ന് പറഞ്ഞ 2 നമ്പർ ആണെങ്കിൽ 2 വാരിയബിൾസ് പോരെ. അതാണ് ഡിക്ലെയർ വാരിയബിൾസ് നമ്പർ 1 ആൻഡ് നമ്പർ 2. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാരിയബിൾ നെയിം കൊടുക്കുക, എ ബി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും എന്താണ്, സ്റ്റാർട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാരിയബിൾസ് ഡിക്ലറേഷനാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് കൊടുക്കേണ്ടത്. ഇനി സ്റ്റെപ്പ് 3 എന്ത് ചെയ്യുക, ഈ നമ്പർ 1നും നമ്പർ 2നും എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടണ്ടേ. അപ്പം മാത്രമല്ല നമുക്ക് ഏതാ വലുതെന്ന് മനസ്സിലാവുള്ളൂ. അതാണ് റീഡ് നമ്പേഴ്സ് ഓഫ് നമ്പർ 1 ആൻഡ് നമ്പർ 2. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4ലാണ് നമ്മളിവിടെ കുറച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇഫ് ഈ നമ്പർ വലുതാണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യും, ഇഫ് അതാണ് വലുതെങ്കിൽ മറ്റേത് പ്രിൻറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണെങ്കിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യുക, നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണെങ്കിൽ ഡിസ്പ്ലേ ദ ലാർജസ്റ്റ് നമ്പർ ഈസ് നമ്പർ 1. അത് കണ്ടാൽ തന്നെ അറിയില്ലേ, നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണെങ്കിൽ ഏതായിരിക്കും വലുത്, നമ്പർ 1 ആണ് ഗ്രേറ്റർ. അങ്ങനെയല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൽസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ എൽസ് ഡിസ്പ്ലേ നമ്പർ 2 ഈസ് ലാർജസ്റ്റ് വാല്യൂ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രൊസീജിയർ. ഇവിടെയാണ് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ നടക്കുന്നത്. ഇഫ് കണ്ടീഷനിലാണ് അവിടെ നടക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. ആ ഒരു അൽഗോരിതം കംപ്ലീറ്റ് ആയി, സ്റ്റോപ്പായി.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിൻ്റെതിൽ ഏതാണ് ലാർജസ്റ്റ്, അതിൻ്റെയാണ് നമുക്ക് അൽഗോരിതം കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം തന്നെ ഈ ആൻസർ നോക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒറ്റയ്ക്കൊന്ന് എഴുതി നോക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നത് വരെ ഒന്ന് എഴുതി നോക്കാം. എത്ര വാരിയബിൾസ് വേണം, ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കിട്ടും, സ്റ്റാർട്ടാണ്. പിന്നെ എത്ര വാരിയബിൾസ് വേണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര വാരിയബിൾസ് വേണം, നമ്മൾ 3 നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് വാരിയബിൾസ് 3 എണ്ണം വേണ്ടി വരും. അത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്തായിരിക്കും, ആ 3 വാരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്താണ്, ആ നമ്പേഴ്സിന് ആ വാരിയബിൾസിന് വാല്യൂസ് കൊടുക്കണം. അപ്പോൾ എന്താണ് തേർഡ് സ്റ്റെപ്പ്, റീഡ് നമ്പേഴ്സ് ഓഫ് എന്താ പറയുക, ഏതാണ് വാരിയബിൾസിൻ്റെ നെയിം. ABC ആണെങ്കിൽ അങ്ങനെ, അല്ലെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ആണെങ്കിൽ അങ്ങനെ. പിന്നെയാണ് നമുക്ക് സ്റ്റെപ്പ് 4 കണ്ടീഷൻ വരുന്നത്. ഇപ്പോൾ 3 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കണ്ടീഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. 2 നമ്പറാണെങ്കിൽ കുഴപ്പമില്ല. ഇഫ് നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണെങ്കിൽ നമ്പർ 1 ആണ് ലാർജസ്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെയല്ലെങ്കിൽ എൽസ് ആണെങ്കിൽ നമ്പർ 2 ആണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്താൽ മതി. ഇവിടെ ആകുമ്പം 3 നമ്പേഴ്സിൻ്റെയും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കിക്കോ, ഇതിന് അൽഗോരിതം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് 1 നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ വാരിയബിൾസ് ABC, വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. റീഡ് വാരിയബിൾസ് ABC, 3 വാരിയബിൾസിനും നമ്പേഴ്സ് കിട്ടിയില്ല. ആൻഡ് സ്റ്റെപ്പ് 4 നോക്കാം. ഇഫ് A ഗ്രേറ്റർ ദാൻ B, ഇഫ് A ഗ്രേറ്റർ ദാൻ C, രണ്ടിലും A ഗ്രേറ്റർ ആയ കണ്ടീഷനാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. A Bനേക്കാളും വലുതാണ്, A Cനേക്കാളും വലുതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ലാർജസ്റ്റ്, A അല്ലേ. ഡിസ്പ്ലേ A ഈസ് ലാർജസ്റ്റ് നമ്പർ. ഇനി അങ്ങനെയല്ലെങ്കിൽ എൽസ് ആണെങ്കിൽ എന്ത് വരും, ആ രണ്ടാമത്തെ ഈഫ് മാത്രം, അതിൻ്റെ എൽസ് ആണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുക. ഇഫ് A ഗ്രേറ്റർ ദാൻ C ആണെങ്കിൽ A ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, അങ്ങനെയല്ലെങ്കിൽ ഇഫ് A ഗ്രേറ്റർ ദാൻ C അല്ലെങ്കിൽ ഏതാണ് ലാർജസ്റ്റ്, C ഈസ് ലാർജസ്റ്റ്, C ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. ഇനി നെക്സ്റ്റ് എൽസിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ C പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഇത് കുറേ കണ്ടീഷൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് എൽസിഫ് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. C പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്, അതിൽ എൽസിഫ്, ഈഫ്, ഫോർ ലൂപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതിൽ നല്ലോണം പഠിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇഫ് A ഗ്രേറ്റർ ദാൻ B, ഇഫ് A ഗ്രേറ്റർ ദാൻ C ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ത് പ്രിൻറ്റ് ചെയ്യണം, A ഈസ് ലാർജസ്റ്റ്. ഇനി അങ്ങനെയല്ലെങ്കിൽ സെക്കൻഡ് ഈഫ് മാത്രം ചെക്ക് ചെയ്യുക. ഇഫ് A ഗ്രേറ്റർ ദാൻ Cൻ്റെ C കണ്ടീഷൻ നോക്കുക. അങ്ങനെയല്ലെങ്കിൽ C ആണ് ലാർജസ്റ്റ്, A അല്ല ഗ്രേറ്റർ എങ്കിൽ C ആണ് ലാർജസ്റ്റ്. ഇനി നെക്സ്റ്റ് കണ്ടീഷനാണ് B ഗ്രേറ്റർ ദാൻ C. ഇഫ് B ഗ്രേറ്റർ ദാൻ C ആണെങ്കിൽ എന്താണ്, B ഈസ് ലാർജസ്റ്റ്. ആൻഡ് എൽസ് എന്താണ്, C ഈസ് ലാർജസ്റ്റ്. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് ഇതിൽ ചെക്ക് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 5 സ്റ്റോപ്പ്. ഇത്രയാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, ഇതിൻ്റെ അൽഗോരിതം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. സ്റ്റെപ്പ് 4 ജസ്റ്റ് ഒന്ന് നല്ലോണം മനസ്സിലാക്കി പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു അൽഗോരിതം കൂടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് അൽഗോരിതം ടു ഫൈൻഡ് ഫിബൊനാച്ചി സീരീസ്. എന്താ ഫിബൊനാച്ചി സീരീസ്? ഫിബൊനാച്ചി സീരീസ് പറഞ്ഞാൽ ഒരു സീരീസാണ്, ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു സീരീസാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും 0 ആയിരിക്കും. നെക്സ്റ്റ് നമ്പർ എപ്പോഴും 1 ആയിരിക്കും. 0യും 1ഉം ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 0 മൂന്നാമത്തെ നമ്പർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ. അപ്പോൾ 0 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 1. അതാണ് മൂന്നാമത്തെ നമ്പർ. അപ്പോൾ സീരീസിൽ എത്ര നമ്പറായി, 3 നമ്പറായി. സ്റ്റാർട്ടിങ്ങിൽ 0, പിന്നെ ഒരു 1, പിന്നെ ഒരു 1. ഇനി ഫോർത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലുള്ള 2 നമ്പർ ആഡ് ചെയ്യാം. 1ഉം 1ഉം അല്ല അതിൻ്റെ മുന്നിൽ 2 നമ്പർ. 1 + 1 എത്രയാണ്, 2 വരും. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര സീരീസിൽ എത്ര നമ്പർ കിട്ടി, 0, 1, 1, 2 അല്ലേ. ഇനി 1 + 2 എന്ന് പറയുമ്പോൾ 3 വരും. അതാണ് അടുത്ത നമ്പർ. പിന്നെ 2 + 3 എന്ന് പറയുമ്പോൾ 5 വരും. പിന്നെ 5 + 3 അങ്ങനെയാണ് നമ്മൾ ഈ ഫിബൊനാച്ചി സീരീസ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, എപ്പോഴും നിങ്ങൾ നോക്കാണ്ട് പറഞ്ഞോ, സ്റ്റാർട്ടായിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഡിക്ലെയർ വാരിയബിൾസ്. ഓക്കെ, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ ആൻഡ് ഇവിടെ ഒരു ടെമ്പററി വാല്യൂ കൂടി വേണം. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് നമ്പർ എന്തായാലും വേണം, സെക്കൻഡ് നമ്പറും വേണം, അതേപോലെ ടെമ്പററി വാല്യൂയും വേണം. അതാണ് ടെമ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്.
ഇനി സ്റ്റെപ്പ് ത്രീ ആണ്. ഇവിടെ എസ് ഇട്ടില്ല. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റും സെക്കൻഡും എപ്പോഴും എന്തായിരിക്കും 0യും 1ഉം ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി അങ്ങനെ തന്നെയായിരിക്കും, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, അതിന് മാറ്റം വരുത്തണ്ട. അപ്പോൾ നമുക്കതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനീഷ്യലൈസ് വാരിയബിൾസ്. ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാരിയബിൾസിന് ഓൾറെഡി ഈ ഒരു വാല്യൂ ആണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനീഷ്യലൈസ് വാരിയബിൾസ് ഫസ്റ്റ് ഈക്വൽ ടു 0, സെക്കൻഡ് ഈക്വൽ ടു 1. ഓക്കെ. ഇനി എന്താ സ്റ്റെപ്പ് 4 നമുക്ക് ഫസ്റ്റും സെക്കൻഡും 0, 1ഉം ആണെന്ന് മനസ്സിലായി. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തെടുത്തൂടെ? അതിന് വേണ്ടിയിട്ടാണ് 4th സ്റ്റെപ്പിൽ ഡിസ്പ്ലേ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇപ്പോൾ 0യും 1ഉം നമുക്ക് ഡിസ്പ്ലേ ആയി. ഞാൻ പറയുന്ന കാര്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ഓർത്തെടുക്കണേ, അല്ലെങ്കിൽ നോട്ടിലെങ്ങാനും എഴുതി വെക്കണം. ഇങ്ങനെ ഞാൻ പറയുമ്പം അതേപടി എഴുതി വെക്കണം. ഇനി എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 5 റിപ്പീറ്റ് ദ സ്റ്റെപ്പ്. ഇനി താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെംപ് ഈക്വൽ ടു സെക്കൻഡ്. ഇനി നമുക്കിപ്പം ഫസ്റ്റും സെക്കൻഡും കിട്ടി. ഇനി തേർഡ് നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. തേർഡ് നമ്പർ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? 0 + 1 ചെയ്താൽ നമുക്ക് തേർഡ് നമ്പർ കിട്ടും അല്ലേ? അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡിനെ നമ്മളൊരു ടെമ്പററി വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് 1 ആണ്. ആ 1 എന്ന് പറയുന്നത് ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ടെമ്പിൽ ഇപ്പോൾ എന്താ ഉള്ളത്? 1 ആണ് ഉള്ളത്. സെക്കൻഡിൽ എന്താ ഉള്ളത്? സെക്കൻഡിൽ 1 ആണ്, ടെമ്പിൽ 1 ആണ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഈക്വൽ ടു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ്. ഇനി അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ആണ്. സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 + 0 എത്രയാണ്? 1 ആണ്. ആ 1 ആണ് ഇനി അടുത്ത ഈ സെക്കൻഡിലേക്ക് പോകുന്നത്. 1. ഫസ്റ്റ് ഈക്വൽ ടു ടെമ്പ്. ടെമ്പിൽ ഏതാ വാല്യൂ ഉള്ളത്? 1 അല്ലേ? അപ്പോൾ 1 എവിടത്തേക്ക് പോകും? ഫസ്റ്റിലേക്ക് പോകും. ഓക്കെ. ഡിസ്പ്ലേ സെക്കൻഡ്. സെക്കൻഡിൽ ഇപ്പോൾ എന്താ വന്നത്? 1 അല്ലേ? ആ 1 ആണ് ഇനി ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 0 കിട്ടി, 1 കിട്ടി, അടുത്ത 1 കിട്ടി. ഈ ഒരു കാര്യം തന്നെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര നമ്പർ വേണോ, എത്ര വരെ നമുക്ക് ഈ സീരീസിൽ വേണോ അത്രയും ടൈം ഈ ഒരു ലൂപ്പ് എന്ന് പറയും. ആ ഒരു സ്റ്റെപ്സിൽ കിടന്നിങ്ങനെ കറങ്ങും. അത് കഴിഞ്ഞാൽ എക്സിറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. ഇതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 4th നമ്പർ കിട്ടണം. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് വീഡിയോ കൂടെ എടുത്തിട്ട് ഇട്ടുതരാം. ഇനി 4th നമ്പറാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ 3 നമ്പർ കിട്ടില്ലേ? 0 കിട്ടി, 1 കിട്ടി, 1 കിട്ടി. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്പർ കിട്ടണം അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടാൻ 1 + 1 ആണ് ആഡ് ചെയ്യേണ്ടത്. 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നോക്കാം. സെക്കൻഡ് ഈ ഒരു സ്റ്റെപ്പിനെ ഒന്നുകൂടെ നോക്കാം. ടെമ്പ് ഈക്വൽ ടു സെക്കൻഡ്. അപ്പോൾ ടെമ്പിൽ ഇപ്പം 1 അല്ലേ ഉള്ളത്? അപ്പോൾ എന്താ? 1 തന്നെ. ടെമ്പിൽ 1, സെക്കൻഡിൽ 1 ആണ്, ടെമ്പിലും 1 ആണ്. ഇനി സെക്കൻഡ് ഈക്വൽ ടു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ്. അപ്പം ഇനി ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ആയിരിക്കും. സെക്കൻഡ് ഈക്വൽ ടു എന്താ? സെക്കൻഡിൽ സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ആണ്. അപ്പോൾ 1 + 1 2 ആണ് സെക്കൻഡിലേക്ക് വരുന്നത്. ആൻഡ് ഫസ്റ്റ് ഈക്വൽ ടു ടെമ്പ്. ടെമ്പിൽ 1 ആണുള്ളത്. ആ 1 ആണ് ഫസ്റ്റിലേക്ക് പോകുന്നത്. ഡിസ്പ്ലേ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. ഇത്രയാണ് ഫിബൊനാച്ചി സീരീസിൻ്റെ അൽഗോരിതം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. അപ്പോൾ അൽഗോരിതംസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫ്ലോ ചാർട്ട്. ഇതിൻ്റെ ലോജിക്കാണ്, ഈ ഒരു ഫിബൊനാച്ചി സീരീസിൻ്റെ ലോജിക്കാണ് നമ്മൾ അൽഗോരിതത്തിൽ എഴുതുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫ്ലോ ചാർട്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് സ്റ്റെപ്സ് ഇൻ സീക്വൻഷ്യൽ ഓർഡേഴ്സ് ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ പ്രസൻറ്റിംഗ് ദി ഫ്ലോ ഓഫ് അൽഗോരിതം. ഫ്ലോ ചാർട്ട് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദി പ്രോഗ്രാമിംഗ് ഓഫ് എ പ്രോബ്ലം. ഫ്ലോ ചാർട്ട് പ്ലേ a vital role in programming. Programming of a problem. Two are quite helpful in understanding the logic of complemented and lengthy problems. Flowcharts are usually drawn using some standard symbols. They are shown below. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ റോളുള്ള ഒരു ഡിസൈൻ ടൂൾ കൂടിയാണ് ഈ ഫ്ലോ ചാർട്ട്. ആൻഡ് ലെങ്തി പ്രോബ്ലംസിനൊക്കെ യൂസ് ചെയ്യാം, കോംപ്ലിക്കേറ്റഡൊക്കെ യൂസ് ചെയ്യാം. ഫ്ലോ ചാർട്ട് സിമ്പിൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് വരക്കാം. ഫ്ലോ ചാർട്ട് വരക്കാൻ പറ്റും. കുറേ സിമ്പിൾസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ പഠിക്കണം എന്തായാലും. സിമ്പിൾസും ഫ്ലോ ചാർട്ട് എന്താ, അതിൻ്റെ സിമ്പിൾസ് എന്താണെന്നൊക്കെ പഠിച്ചിരിക്കണം. എന്തായാലും എന്തൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ. ഓക്കെ. ഈ ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് നമുക്കെന്താ ഇൻഡിക്കേറ്റ് സം പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് യൂസ് ചെയ്യാൻ ഈ സിമ്പിൾ യൂസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഇതൊരു എന്താ പറയുക, ചെരിച്ചിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ പോലെ. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷന് ഈ സിമ്പിൾ യൂസ് ചെയ്യും. പിന്നെന്താ ഇത് നെക്സ്റ്റ് പറയുന്നത് ഇത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ്.
നെക്സ്റ്റ് ഈ റൗണ്ടിൽ വരുന്നത് കണക്റ്റർ ഓർ ജോയിനിങ് ഓഫ് 2 പാർട്സ് ഓഫ് എ പ്രോഗ്രാം. പിന്നെ ഈ സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ഓഫ് ദി പ്രോഗ്രാം. ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ലൈൻസ് റെപ്രസെൻറ്റഡ് ദ ഫ്ലോ ഓഫ് സീക്വൻസ്. ഈ ഇത്രയും സിമ്പിൾസ് 6 സിമ്പിൾസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സിമ്പിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതുന്നതാണ്. 2 നമ്പേഴ്സിൻ്റെ അഡീഷൻ്റെ വേണ്ടിയിട്ടുള്ള ഫ്ലോ ചാർട്ട് നമ്മൾ അൽഗോരിതം എഴുതിയിട്ടില്ലേ, ആ സെയിം സാധനം നമ്മൾ ഇങ്ങനെ ഫ്ലോ ചാർട്ടിൽ എഴുതുകയാണ്. നെക്സ്റ്റ് ഡിക്ലെയർ സ്റ്റാർട്ട് എഴുതി. ഡിക്ലെയർ വാരിയബിൾസ് നമ്പർ 1 ആൻഡ് നമ്പർ 2. ഇതിൽ ഇൻഡിക്കേറ്റ് സം പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തത്. അപ്പോൾ ഡിക്ലെയർ വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനാണ്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തു ആ റെക്റ്റാങ്കിൾ. ഇനി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചേരിച്ചിട്ടുള്ളൊരു സിമ്പിളാണ്. അതാണ് ഇവിടെ റീഡ് നമ്പർ 1 ആൻഡ് നമ്പർ 2. അത് ഇൻപുട്ട് കൊടുക്കുന്നില്ല, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടല്ലേ, നമ്പർ 1ഉം നമ്പർ 2ഉം ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്, ഇൻപുട്ടിൻ്റെ സിമ്പിളിൽ വരയ്ക്കണം. ഇനി സം ഈക്വൽ ടു num1 പ്ലസ് num2. അതൊരു ഓപ്പറേഷൻ അല്ലേ, പ്ലസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൽ കൊടുക്കണം. ഓപ്പറേഷൻസ് ആണെങ്കിൽ റെക്റ്റാങ്കിളായിട്ട് കൊടുക്കേണ്ടത്. ആൻഡ് ഡിസ്പ്ലേ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ്, ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക. ചേരിച്ചിട്ടുള്ള ഈ ഒരു സാധനം ഡിസ്പ്ലേ സം സ്റ്റോപ്പ്. ഇത്രയാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട്. ഇത് നിങ്ങൾക്ക് സിമ്പിൾസ് നോക്കി അതുപോലെ തന്നെ വരച്ചാൽ മതി. സ്റ്റാർട്ടും സ്റ്റോപ്പും ഇതാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും. പിന്നെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. അത് ഓർത്താൽ മതി. നെക്സ്റ്റ് ഫിബൊനാച്ചി സീരീസിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് വരച്ചിട്ടുള്ളത്. സ്റ്റാർട്ട് നിങ്ങൾക്കറിയാം സ്റ്റാർട്ട് എങ്ങനെ ചെയ്യണത്. ഡിക്ലെയർ വാരിയബിൾസിന് ഏത് ഇത് കൊടുക്കേണ്ടതെന്നും അറിയാം. എന്താ സിമ്പിൾ ഏതാ കൊടുക്കേണ്ടത്, റെക്റ്റാങ്കിളാണ്. ഡിക്ലെയർ വാരിയബിൾസ് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടേം ആൻഡ് ടെമ്പ്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിന് ഇൻപുട്ട് എടുക്കണം അല്ലേ. ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടേം ഈക്വൾ ടു 0 ആണ്, സെക്കൻഡ് ടേം ഈക്വൾ ടു 1 ആണ്. നമ്മൾ അൽഗോരിതം പോലെ തന്നെയാണ്, ആ സെയിം സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നത്. ഈ സെക്കൻഡ് ടേം ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1000 അങ്ങനൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ പഠിച്ചു. നിങ്ങൾക്കിത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കി വെക്കണമെങ്കിൽ. നിങ്ങൾക്കിത് പ്രോഗ്രാമിംഗ് കൂടെ ചെയ്യുന്ന ടൈമിലാണ് ഇത് കുറച്ചും കൂടെ മനസ്സിലാവുക. ഇതിപ്പം ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എലിപ്സോ അങ്ങനെ പറയില്ലേ, ആ ഒരു സിമ്പിൾ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈഫ് എല്ലാം വെച്ചിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സെക്കൻഡ് ടേം ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1000 ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നേത്തെ ആ കാര്യങ്ങൾ തന്നെ ചെയ്യുക. ഡിസ്പ്ലേ സെക്കൻഡ് ടേം. ഈ ഒരു ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ 1000 വരെയുള്ള ഒരു, നമുക്കിപ്പോൾ 0 1 1 2 3 അങ്ങനെ ഇങ്ങനെ പോവില്ല. അങ്ങനെ 1000 വരെ വരുന്ന സീരീസാണ് ഇവിടെ, ഫ്ലോ ചാർട്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അതേപടി ഇവിടെ വരച്ചിട്ടുള്ളത്. 1000 വരെയുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 1000 അല്ല 500 ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 500 കൊടുക്കണേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 1000 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് ടേം ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1000 ആണെങ്കിൽ ഡിസ്പ്ലേ സെക്കൻഡ് ടേം ഡിസ്പ്ലേ ചെയ്യാം. എന്ത് ചെയ്യുക, ടെമ്പ് ഈക്വൾ ടു നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു കോഡ് തന്നെ കൊടുക്കുക. ടെമ്പ് ഈക്വൾ ടു സെക്കൻഡ് ടേം ഈക്വൾ ടു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ടേം ആൻഡ് ഫസ്റ്റ് ടേം ഈക്വൾ ടു ടെമ്പ്. നമ്മൾ അൽഗോരിതത്തിൽ എഴുതിയിട്ടില്ലേ, ആ സെയിം സാധനം തന്നെ. ഇനി എന്ത് ചെയ്യുക, ആ കംപ്ലീറ്റ് സാധനങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആരോ മാർക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അതിവിടെ നിന്ന് ഇങ്ങനെ ട്രൂ ആവുന്ന കേസ് വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. ഇനി അത് ഫോൾസ് ആവുന്ന ടൈമിൽ എന്താണ്, സ്റ്റോപ്പായി. ഇപ്പോൾ 1000 ഇതിൻ്റെ ഫോൾസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ടേം ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1000 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫോൾസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം എന്താണ്, 1000-നേക്കാളും വലുതോ അല്ലെ 1000 ആയിക്കഴിഞ്ഞാൽ എന്തായി, ഫോൾസായി. അപ്പോൾ എന്തായി, അത് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി, ബേസിക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി. ഇത്രയും പറഞ്ഞിട്ട് എന്താണ് ഫ്ലോ ചാർട്ട്, എന്താണ് അൽഗോരിതം എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ, അതേ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ, അപ്പം ആ ഒരു ഐഡിയെങ്കിലും ഉണ്ടാക്കി വെക്കാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഫ്ലോ ചാർട്ടിൻ്റെ. കമ്മ്യൂണിക്കേഷൻ. ഫ്ലോ ചാർട്ട്സ് ആർ ബെറ്റർ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി ലോജിക് ഓഫ് എ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൻ്റെ ലോജിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബെറ്റർ വേ ആണ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് അനാലിസിസ്. വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്ലോ ചാർട്ട് പ്രോബ്ലം ക്യാൻ ബി അനലൈസ്ഡ് ഇൻ മോർ എഫിഷ്യൻറ്റ്
എഫക്റ്റീവ് വേസ്. നമുക്ക് ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എഫിഷ്യൻറ്റ് കോഡിംഗ്. ഫ്ലോ ചാർട്ട് ആക്ട് ആസ് എ ഗൈഡ് ഓർ ബ്ലൂ പ്രിൻറ്റ് ഡ്യൂറിങ് ദി സിസ്റ്റം അനാലിസിസ് ആൻഡ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻറ്റ് കോഡിംഗ് ആണ്, എഫിഷ്യൻറ്റ് ഗൈഡാണ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, പേപ്പർ ഡോക്യുമെൻറ്റേഷൻ. Program flowchart serve as a good program documentation which is needed for various purpose. നമുക്കിങ്ങനെ ഫ്ലോ ചാർട്ട് പേപ്പർ ഡോക്യുമെൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു കോഡ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ആൻഡ് പ്രോപ്പർ ഡീബഗിങ്. ഫ്ലോ ചാർട്ട് ഹെൽപ്പിംഗ് ഡീബഗിങ് പ്രോസസ്സ്. ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക, എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ആ ഒരു ടേമാണ് ഡീബഗിങ് എന്ന് പറഞ്ഞാൽ. ടെസ്റ്റ് ചെയ്യുക, എറേഴ്സ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫ്ലോ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീബഗിങ് പ്രോസസ്സ് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. ഇനി ലിമിറ്റേഷൻസ്. കോംപ്ലക്സ് ലോജിക്. സംടൈംസ് ദ പ്രോഗ്രാം ലോജിക് ഈസ് ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇൻ ദാറ്റ് കേസ് ഫ്ലോ ചാർട്ട് ബിക്കംസ് കോംപ്ലക്സ്. നമുക്ക് ചില ടൈമിൽ കോംപ്ലക്സ് ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, വലിയ പ്രോഗ്രാംസ് ഒക്കെ. അപ്പോൾ അതിന് ആ സമയത്ത് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോഴും എന്താണ്, ഫ്ലോ ചാർട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. നെക്സ്റ്റ്, മോഡിഫിക്കേഷൻസ്. If modifications are required, the flowchart may require redrawing completely. ഇപ്പം തന്നെ നോക്ക്, ഇവിടെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെയും ആദ്യം തൊട്ട് പിന്നെയും വരക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ, അത് അത്രയും ടൈം പോയി, അത്രയും പേപ്പർ പോയി. അപ്പോൾ അതൊക്കെ ആണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡിസൈൻ ടൂൾസ് എന്തൊക്കെയാണ്, അൽഗോരിതം, ഫ്ലോ ചാർട്ട്. ഡിസൈൻ ടൂൾസ് ഓർമ്മിക്കണം, ഡിസൈൻ ടൂൾസ് ആണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. എങ്ങനെയാണ് ഒരു അൽഗോരിതം എഴുതുന്നത്, എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്, അതിൻ്റെ സിമ്പിൾസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിലൂടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടാവും, ഫുള്ളായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. എന്നാലും ഏകദേശം ഒരു ബേസിക് ഐഡിയെങ്കിലും ഉണ്ടാക്കി വെക്കണം. പിന്നെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. എസ്സേക്കും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പം ഫിബൊനാച്ചി സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്, ഫിബൊനാച്ചി സീരീസിൻ്റെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പഠിക്കണം. അൽഗോരിതം, ഫ്ലോ ചാർട്ട് എങ്ങനെ എഴുതണം, ഏതെങ്കിലും ഒരു സിമ്പിൾ പ്രോഗ്രാം എല്ലാം നോക്കി വെക്കണേ. ഓക്കെ, ഇത്രയാണ് 5th മൊഡ്യൂൾ. അപ്പോൾ താങ്ക് യു.